ലോക ചാപ്റ്റർ 1 ചന്ദ്ര OTT-ൽ ഇറങ്ങിയിട്ടുണ്ട്. തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ സൂപ്പർ ഹിറ്റായിരുന്നു. ഗംഭീര കാസ്റ്റിങ്ങും പെർഫോമൻസും പിന്നെ കോൺസെപ്റ്റും അതിന്റെ ഐഡിയ എല്ലാം കൂടെ ഓവറോൾ ഒരു അടിപൊളി പടമായിരുന്നു. ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും സൂപ്പർ പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. കണ്ടു, പക്ഷെ ഈ പറയുന്ന പോലെ ഒന്നുമില്ല, കണ്ടിരിക്കാം, കൊള്ളാം. മലയാളത്തിൽ ഇതുപോലൊരു കോൺസെപ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. അതായത് നമ്മുടെ മിത്തലോജിക്കൽ ക്യാരക്ടേഴ്സിനെ, ഇപ്പൊ കള്ളിയങ്കാട്ട് നീലിനെ പോലുള്ള ഒരു ക്യാരക്ടറിനെ എടുത്തുകൊണ്ട് വന്ന് സൂപ്പർ വുമൺ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ കേന്ദ്രീകൃത ചിത്രമായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതൊരു നല്ല ഒരു ട്രെൻഡായിട്ടല്ലേ തോന്നിയത്. ഒരു സൂപ്പർ വുമൺ എന്നൊന്നും പറയാൻ പറ്റില്ല. സാധാരണ ഒരു ഇടിപ്പടത്തിലൊക്കെ കാണുന്ന പോലെ കുറച്ച് ആക്ഷൻസ് ഒക്കെ ആയിട്ട് പോകുന്നേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകമായ സൂപ്പർ പവറുകളൊന്നും അതിൽ കാണിക്കുന്നില്ല. ഒരു സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രം ഒന്നും അല്ല ശരിക്കും ഇതിലേത്. ശരിക്കും അങ്ങനെ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും ഒരു പുരുഷന്റെ കീഴിൽ വന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയെ പോലെ തോന്നുന്നത്. അവളുടേതായ ഒരു ആഗ്രഹങ്ങളും ഒരു തീരുമാനങ്ങളും അതിൽ നടപ്പാക്കുന്നില്ല. എല്ലാം ഒരു പുരുഷൻ പറയുന്ന അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നല്ലാതെ ഒരു സ്ത്രീ, അതിനെ ഒരിക്കലും നമുക്ക് സ്ത്രീ കേന്ദ്രീകൃത കഥാപാത്രം എന്ന് പറയാൻ പറ്റില്ല. അതൊരു തെറ്റായ വ്യാഖ്യാനം തന്നെയാണ്. മാത്രല്ല, ബംഗളൂരുവിനെ പേര് പറയുന്നില്ലെങ്കിലും ഭയങ്കര മോശമായിട്ടാണ് ആ സിറ്റീനെ കാണിക്കുന്നത്. ഒരു നെഗറ്റീവ് ഫീല് ആവശ്യമില്ലാതെ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. നഗരത്തിന്റെ ഒരു ലൈഫും ആ ഒരു സിറ്റി ലൈഫും നൈറ്റ് ലൈഫും അവിടുത്തെ അപകടങ്ങളും ഒക്കെ നല്ല രസമായിട്ട് തന്നെയല്ലേ കാണിച്ചിരിക്കുന്നത്. പിന്നെ പടം ഒരു ഫാന്റസി പടമാണ്. അതിന് നൈറ്റ് ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സിറ്റി, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ലേ. തിയേറ്ററിൽ അതിന് ഭയങ്കര രസമുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് കിട്ടിയിരുന്നത്. പിന്നെ അതിലെ ചില കാമിയോ റോൾസ്, ഇപ്പൊ ദുൽഖർ ആണെങ്കിലും ടോവിനോ ആണെങ്കിലും അവര് പടത്തിൽ വരുമ്പോ ഉള്ളൊരു ത്രില്ലുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ വേറെ കുറെ ക്യാരക്ടേഴ്സ് വരാൻ പോകുന്നു എന്നുള്ളൊരു സംഭവം. ഇപ്പൊ അഹാന അല്ലെങ്കിൽ സൗബിൻ, അങ്ങനെ കുറെ കാമിയോ റോൾസ് വരുന്നുണ്ടല്ലോ. കാമിയോ റോൾസ് എന്നൊന്നും പറയാൻ പറ്റില്ല. അടുത്ത പാർട്ടിൽ വരുന്ന ചില കഥാപാത്രങ്ങൾ, ആ ട്രെയിലറിൽ വരുന്ന ചില കഥാപാത്രങ്ങൾ എന്നതിനപ്പുറം ഈ ആദ്യത്തെ പാർട്ടിൽ അതിന് എന്ത് ഇമ്പോർട്ടൻസ് ഉള്ളത്? ഈ ആദ്യത്തെ പാർട്ട് സൂപ്പറാണെന്ന് പറയാൻ വേണ്ടിയിട്ട് അതൊന്നും എടുത്ത് പറയാൻ പറ്റില്ലല്ലോ. അടുത്ത പാർട്ടിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ, അത്രയ്ക്കല്ലേ പറയാൻ പറ്റൂ. ഓക്കെ, അതൊക്കെ പോട്ടെ. ഇപ്പൊ നമ്മൾ ഇതിലെ കോൺസെപ്റ്റ് മാത്രം എടുക്കാം. അതില് നമ്മുടെ മിത്തലോജിന്ന് കുറെ ക്യാരക്ടേഴ്സിനെ എടുത്തിട്ട്, ഇപ്പൊ കള്ളിയങ്കാട്ട് നീലി, ചാത്തന്മാര്, ഒടിയന്മാര്, കടമറ്റത്ത് കത്തനാര്, അങ്ങനെ പണ്ടുണ്ടായിരുന്ന കുറെ ശക്തികൾ, അവരെയൊക്കെ എടുത്തിട്ട് ഒരു മാർവൽ സീരീസ് പോലെ അല്ലെങ്കിൽ ഒരു അവഞ്ചേഴ്സ് പോലെ ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടാക്കിയിട്ട് ആ സൂപ്പർ പവറിനെ നമുക്ക് മുന്നിൽ വീണ്ടും കൊണ്ടുവരുമ്പോഴുള്ളൊരു ആ ഒരു ത്രില്ലില്ലേ, ആ ചാപ്റ്റർ ആയിട്ട് ഇതിങ്ങനെ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു ത്രില്ല്. സിനിമ തിയേറ്ററിൽ വന്നപ്പോൾ അതായിരുന്നു ഏറ്റവും കൂടുതൽ ത്രില്ലിംഗ് ആയിട്ട് നിന്നിരുന്നത്. OTT-ൽ വന്നപ്പോൾ അങ്ങനെ ഒരു ഫീല് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? നമ്മൾ പറഞ്ഞു കേട്ട ചില കഥകളുണ്ട്, ചില മിത്തുകളുണ്ട്. പൂർണ്ണമായും അതിന്റെ വേരിനെ നശിപ്പിച്ച് വേറൊരു സംഭവം നമ്മളിലേക്ക് കൺവേ ചെയ്യാൻ നോക്കുന്നു. കേരളത്തിൽ നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ചില സംഭവങ്ങൾ, അതാണ് ഇതിൽ ശരിക്കും നമ്മൾക്ക് അറിയാവുന്ന ചില മിത്തുകൾ, കഥകൾ, പണ്ടോട്ടെ പറഞ്ഞേക്കുന്ന ചില കാര്യങ്ങൾ. അതിനെ പൂർണ്ണമായിട്ട് മാറ്റി ഇതൊരു വൈറസാണ്, അങ്ങനെ ഓരോ കഥകളും വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ എന്തിന് നീലി ബംഗളൂരിലേക്ക് വന്നു, അതിനൊരു കാരണം പറയുന്നുണ്ട്. ആദ്യം വിളിച്ചിട്ടാണ് വരുന്നത്, എന്തോ ആവശ്യമുണ്ടെന്ന്. പക്ഷെ ആ സിനിമയിലുടനീളം അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അവൾക്ക് മുന്നിൽ കാണുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് അവള് സോൾവ് ചെയ്യുന്നത്. പക്ഷെ അത് വന്നതിന്റെ ഉദ്ദേശം പറയുന്നില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു നോക്കാളാൻ പറയുന്നത്. എന്തിനു വിളിച്ചു വരുത്തി, എന്താണ് ഉദ്ദേശം, എന്താണ് അതിന്റെ പിന്നിലെ കാര്യം എന്നൊന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയാ, ആ പ്രമേയം കൃത്യമായിട്ട് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റിയെന്ന് തോന്നുന്നില്ല. പിന്നെ അതിലൊരു ആദ്യം തന്നെ കാണിക്കുന്ന ഒരു അവയവ മാഫിയയുടെ കാര്യമാണ്. അതായിരിക്കും കഥേനെ കൊണ്ടുപോകുന്നതെന്നൊക്കെ ഫീൽ ചെയ്യുമെങ്കിലും പക്ഷെ അതിനവിടെ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അതിലെ പ്രതികൾ എന്ന് പറയുന്ന ആളുകൾ മരിക്കുന്നുണ്ട്, പക്ഷെ കാരണം അതൊന്നുമല്ല. പിന്നീട് അവക്ക് നേരെ ഉണ്ടാകുന്ന പ്രശ്നത്തിന്റെ പേരിലാണ് അവരെ കൊല്ലുന്നത്. പക്ഷെ എന്തിനാണ് ആ അവയവ മാഫിയനെ അവിടെ കാണിച്ചത്, എന്താണ് അതിന്റെ ഉദ്ദേശം എന്നൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ പ്രമേയം നമുക്ക് എന്തൊക്കെയോ പറഞ്ഞു വെക്കുന്നു എന്നതിനപ്പുറം കറക്റ്റായിട്ട് അതിന്റെ ഒരു കണ്ടിന്യൂഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രമേയം കറക്റ്റായിട്ട് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നി. ഇപ്പൊ ലോക തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ മൗത്ത് പബ്ലിസിറ്റി ഒരുപാട് വരും.
എക്സ്പ്ലൈനേഴ്സ് ഒരുപാട് വരെയും ഒരുപാട് റിവ്യൂസും പിന്നെ അതിനെക്കുറിച്ചുള്ള എഴുത്തുകളും അങ്ങനെയൊക്കെ ഒരുപാട് സമൂഹ മാധ്യമങ്ങളിൽ കൂടെ ഒരുപാട് പോസ്റ്റുകളൊക്കെ വന്ന് ഒരുപാട് സ്പോയിലർ വന്നതുകൊണ്ടായിരിക്കാം OTT-യിൽ വന്നപ്പോൾ അതിന് അത്രയും ഒരു ചിലപ്പോ effect ആയിരിക്കാം കിട്ടാണ്. ചില സിനിമകൾ തിയേറ്ററിൽ കാണേണ്ടത് അതുപോലത്തെ സിനിമകളുണ്ട്. ചിലപ്പോൾ ലോകം അതുപോലത്തെ സിനിമയാവാം. അതുകൊണ്ടാണ് OTT-യിൽ വന്നപ്പോൾ അത് നമുക്ക് അത്ര കണക്ട് ചെയ്യാൻ പറ്റാതെ പോയത്. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തത് അതുകൊണ്ടാവാം. ചില ചിത്രങ്ങൾ തിയേറ്ററിൽ കാണേണ്ടത് തിയേറ്ററിൽ തന്നെ കാണണം. ചിലപ്പോൾ സ്പോയിലർ കാരണം അതിന്റെ ഒരു പുതുമയൊക്കെ നഷ്ടപ്പെട്ട കാരണമായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ വിഷ്വൽസ് തിയേറ്ററിൽ കണ്ടാൽ അതിന് ആ ഒരു സുഖവും രസമൊക്കെ കിട്ടുന്നതുകൊണ്ടായിരിക്കാം. എന്തായാലും OTT അക്സെപ്റ്റ് ചെയ്യാത്ത കുറെ പടങ്ങളുടെ കൂട്ടത്തിലേക്ക് ലോകെ